അധ്യായം 1 ഭാഗം 2. വന്നു കയറിയ കച്ചവടക്കാരൻ കുഞ്ഞുഞ്ഞാനോട് അബ്ദുവാണ് അത് ചോദിച്ചത്. പുറം നാട്ടിൽ പോയി മരങ്ങൾ നോക്കി നല്ല വില പറഞ്ഞ് കച്ചവടമാക്കി അത് മുറിച്ച് വേറെ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് കുഞ്ഞുഞ്ഞൻ്റെ പണി. 2-3 ദിവസം മുതൽ ഒരാഴ്ച വരെ അയാൾ കച്ചവടത്തിന് നാട്ടിൽ നിന്ന് പോകും. വെള്ളക്കുപ്പായം, വെടിപ്പായി നിൽക്കുന്ന തുണിയും തലയിൽ ഇത്തിരി കഷണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. ഞെറ്റി കയറി എന്നാണ് വാദം. കറുപ്പ് വിട്ടുമാറാത്ത മുടിയും മീശയില്ലാത്തത് പാരമ്പര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും. ഒന്നും പറയണ്ട എൻ്റെ അബ്ബോ, ഒരു വൻപൻ മരം 40 ഉറുപ്യ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു. കഴുത്തിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അബൂക്കയിരിക്കുന്നതിന് മറുവശത്തുള്ള ബെഞ്ചിൽ കുഞ്ഞുഞ്ഞനും ഇടം പിടിച്ചു. അബ്ദു നാട്ടിലെ ചെറുപ്പക്കാരനല്ലാത്ത ചെറുപ്പക്കാരൻ. എന്നും പണിക്ക് പോകില്ല, തോന്നിയ പോലെയേ പോകും. പണിയെടുക്കാനല്ല ജീവിക്കുന്നത്, ജീവിക്കാനാണ് പണിയെടുക്കുന്നത് എന്നൊരു തത്വവും പറഞ്ഞ് മജീദിക്കാൻ്റെ ചായക്കടയിലെ സ്ഥിരം സന്ദർശകൻ. ഓ, അപ്പം ഈ പോക്ക് മുതലായി അല്ലേ? അതെ എന്നും പറഞ്ഞ് കുഞ്ഞുഞ്ഞൻ തൻ്റെ കുപ്പായം പിന്നിലേക്ക് ഒരൽപ്പം വലിച്ചിട്ട് ഉഷ്ണമകറ്റാൻ കയ്യിലിരിക്കുന്ന തോർത്തുമുണ്ട് കറക്കിക്കൊണ്ട് ഒരു ആശ്വാസം പോലെ പറഞ്ഞു. ഇതിനിടയിൽ മജീദ്ക്ക ഒരു ചായ കൊണ്ടുവച്ചു. അക്കരെ എത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത്, നമ്മുടെ പഴയ മരക്കച്ചവടക്കാരൻ മുഹമ്മദ് ഖാൻ്റെ മകൾ ആയിഷയില്ലേ, അവൾ മരിച്ചു. കുഞ്ഞുഞ്ഞൻ ഇത് പറഞ്ഞപ്പോൾ അബൂക്കയൊന്ന് നെട്ടി. എന്താണ് പറഞ്ഞത്? ആയിഷ എന്ന് തന്നെയാണോ പറഞ്ഞത്? ഇനി എൻ്റെ ആയിഷയാണോ? അല്ല, അവളായിരിക്കില്ല. മരിക്കാൻ പാകത്തിന് അസുഖമുള്ളതായൊന്നും ഈ അടുത്ത് കേട്ടില്ലല്ലോ. പിന്നെ പെട്ടെന്നങ്ങനെ? ഏതായിഷ? നമ്മൾ ഹംസാക്കുട്ടി കിട്ടിയ ആയിഷയോ? അബൂക്ക ഓർത്തു തീരും മുമ്പേ മജീദ്ക്ക ഊരയ്ക്ക് കൈയും കൊടുത്തുകൊണ്ട് ചോദിച്ചു. അതെ, ആ ആയിഷ എന്നെ. ഇല്ല, കേട്ടത് ശരിയായിരിക്കില്ല. കുഞ്ഞുഞ്ഞിനെ തെറ്റിയിട്ടുണ്ടാകും. അബൂക്കയ്ക്ക് മനസ്സിലെവിടെയോ ആരോ പറയുന്നത് പോലെ തോന്നി. മനസ്സിലെ ചിന്തകൾ എങ്ങോട്ടെന്നറിയാതെ പാഞ്ഞുകൊണ്ടിരുന്നു. കേൾക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാകണം പാതി കുടിച്ചു വെച്ച ചായ അതുപോലെ വെച്ച് അയാൾ ആരോടുമൊന്നും പറയാതെ തലയും താഴ്ത്തി ഇറങ്ങി നടന്നു. അവരെന്തൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചെവി കേൾക്കുന്നത് ഹൃദയത്തിൽ പിടിക്കുന്നില്ല. ബുദ്ധി തലയിലേക്ക് കയറുന്നില്ലെന്ന് തോന്നുന്നു. ഒച്ചകൾ കേൾക്കാമെന്നല്ലാതെ എത്ര ഉറക്കെയായിട്ടും അതൊന്നും ശ്രദ്ധ നേടുന്നില്ല. ചുറ്റും കുറേ ബഹളങ്ങൾ അല്ലെങ്കിൽ കോലാഹലങ്ങൾ മാത്രം. ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു. അബൂക്കയുടെ മനസ്സിൽ ഓർമ്മകൾ തിരതല്ലി. ആയിഷ, തൻ്റെ പഴയ കളിക്കൂട്ടുകാരി, മരക്കച്ചവടക്കാരൻ മുഹമ്മദ് ഖാൻ്റെ ഇളയ മകൾ. ചെറിയൊരു ഇഷ്ടം പണ്ടേ മനസ്സിൽ മുട്ടിട്ടതാണ്. പേടി കാരണം അന്നത് പറഞ്ഞില്ല. വലുതാകുമ്പോൾ പറയാമെന്ന് കരുതി. എല്ലാത്തിനും സമയമുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ തനിക്ക് മുമ്പേ അങ്ങേക്കരയിലെ ഹംസക്കുട്ടിയുമായി ആയിഷയുടെ വിവാഹം നടന്നു. അല്ലെങ്കിലും മരക്കച്ചവടക്കാരനും പ്രമാണിയുമായ മുഹമ്മദ് ഖാൻ്റെ ഇളയ മകളോട് നിത്യപ്രാരാബ്ധക്കാരനും കൂലിപ്പണിക്കാരനുമായ അയമൂട്ടിയുടെ മൂത്ത മകൻ അബൂബക്കറിന് തോന്നിയ മുഹബത്ത് അത്ര എളുപ്പത്തിൽ തുറന്നു പറയാൻ സാധിക്കുമായിരുന്നില്ല. പറഞ്ഞു ഫലിപ്പിക്കുക എന്നത് ഭൂമിയിൽ കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന കടല് നീന്തി മറികടക്കുന്നതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അബൂക്കയ്ക്ക് നന്നായി അറിയാമായിരുന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഖദീജ ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലാണ്. അബൂക്കയുടെ വരവ് പുറത്തേക്ക് നോക്കാതെ തന്നെ ഖദീജയ്ക്ക് മനസ്സിലായിരുന്നു. അബൂക്കയുടെ നിഴൽവട്ടം കണ്ടാൽ, ആ നടത്തത്തിൻ്റെ താളം കണ്ടാൽ മതി, ഖദീജയ്ക്ക് മനസ്സിലാകും. വീട്ടിലേക്ക് കയറി വരുന്ന അബൂക്കയോട് ഖദീജ ചോദിച്ചു, നിങ്ങളോട് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞുവല്ലോ, മറന്നുപോയോ? മറുപടി പറയാതിരുന്ന അബൂക്കയോട് അടുപ്പിലെ തീ കൂട്ടുന്നതോടൊപ്പം തന്നെ ഇതേ ചോദ്യം ഖദീജ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇല്ല, മിണ്ടുന്നില്ല. സംശയം തോന്നി തിരിഞ്ഞു നോക്കിയ ഖദീജ കാണുന്നത് താഴേക്ക് നോക്കി വാതിൽപ്പടിയിൽ ഇരിക്കുന്ന അബൂബക്കയെയാണ്. ഇതെന്ത് പറ്റിയെൻ്റെ പടച്ചോനെ, മൂപ്പരെന്തെങ്ങനെ ഇരിക്കണേ, എന്താ മുഖത്തിനൊരു വാട്ടം എന്ന് ചിന്തിച്ച് ഖദീജ അബൂക്കയുടെ അടുത്തു പോയിരുന്നു. അബൂക്കയുടെ താടി പിടിച്ച് മുഖം ഉയർത്തി നോക്കി. കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു, അല്ല ചുവന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്താ
എന്താ പറ്റിയേ? ഖദീജ വിങ്ങലോടെ അബൂക്കയോട് ചോദിച്ചു. ആയിഷ എന്നും പറഞ്ഞ് മുഴുവിപ്പിക്കാതെ അബൂക്ക ഖദീജയുടെ കൈകളിലേക്ക് വീണ് മുഖം പൊത്തിക്കരഞ്ഞു. പടച്ചോനെ, ആയിഷയോ? ആയിഷയ്ക്ക് എന്താ? അല്ലാ, ആയിഷ! ഖദീജയുടെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. അബൂക്കയുടെ മനസ്സ് പിടഞ്ഞാൽ, കണ്ണു നിറഞ്ഞാൽ ഖദീജയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അബൂക്കയുടെ മനസ്സ് വായിച്ചെന്ന രീതിയിൽ ഖദീജയുടെ മനസ്സ് പറഞ്ഞു, ആയിഷ മരിച്ചിരിക്കുന്നു. ഖദീജ അബൂക്കയെ ചേർത്തു പിടിച്ചു. അബൂക്ക പൊട്ടി പൊട്ടി കരഞ്ഞു. ആയിഷയ്ക്ക് ശേഷമാണ് ഖദീജ അബൂക്കയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആയിഷയോടുള്ള അബൂക്കയുടെ ഇഷ്ടം അയാൾ ആദ്യമായും അവസാനമായും പറഞ്ഞത് തന്നോടാണെന്ന് ഖദീജ ഓർത്തു. പണ്ടെപ്പോഴെങ്കിലും ആയിഷയോടത് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അബൂക്കയ്ക്ക് ഈ ഖദീജ ഉണ്ടാവില്ലായിരുന്നു. തനിക്ക് അബൂക്കയെ കിട്ടുകയുമില്ലായിരുന്നു. ആദ്യ പ്രണയം എന്ന് പറഞ്ഞു തന്നെയാണ് ആയിഷയെ പറ്റി അബൂക്ക അന്നവളോട് സംസാരിച്ചത്. കേട്ട നിമിഷങ്ങളിൽ സങ്കടമുണ്ടായിരുന്നെങ്കിലും പോയ കാലത്തെ അബൂക്ക അത്ര തന്നെ ഭംഗിയോടെയും തികഞ്ഞ ആദരവോടെയുമാണ് മനസ്സിൽ സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഖദീജയ്ക്കും അത് ഉൾക്കൊള്ളാനായിരുന്നു. എങ്കിലും ഖദീജ എപ്പോഴും ചോദിക്കും, അവളാണോ അതോ ആയിഷയാണോ വലുതെന്ന്. അബൂക്ക ചിരിച്ചുകൊണ്ട് പറയും, ഖദീജ, നീ എനിക്ക് എൻ്റെ ഖദീജ തന്നെയല്ലേ, ആയിഷ വേറെയല്ലേ എന്ന്. ഇപ്പോഴും മനസ്സിൽ നിന്നും കളഞ്ഞിട്ടില്ല അല്ലേ എന്ന് മുഖത്തൊരു കുശുമ്പ് നിർത്തിക്കൊണ്ട് തിരിച്ചു ചോദിക്കും. അബൂക്കയ്ക്ക് അങ്ങനെ ആയിഷയെ പെട്ടെന്ന് മറന്നു കളയാൻ കഴിയില്ലെന്ന് അബൂക്കയിലേറെ അറിയാം ഖദീജയ്ക്ക്. അല്ലെങ്കിലും നമ്മളിൽ നിന്നും ചില മനുഷ്യരല്ലേ ഇറങ്ങിപ്പോകുന്നുള്ളൂ, അവരുടെ ഓർമ്മകളല്ലല്ലോ. അവർ നമ്മളിലുണ്ടാക്കിയ നമ്മളല്ലല്ലോ. മനുഷ്യർക്ക് ഇറങ്ങിപ്പോകാനും ഇറക്കിവിടാനും എളുപ്പമാണ്, ഓർമ്മകളെ ഇറക്കിവിടാനാണ് പാട്. അതൊരു വല്ലാത്ത പാട് തന്നെയാണ്. ആയിഷയുടെ പേരും പറഞ്ഞ് ഇടയ്ക്കൊക്കെ അവർ പരസ്പരം തർക്കിക്കും, ഉടക്കും. സ്നേഹം കൊണ്ടാണ് കേട്ടോ. വെറുതെ തർക്കിക്കാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുന്നതാണ്. സ്നേഹത്തോടെയുള്ള ചില തർക്കങ്ങൾക്കും ഭംഗിയുണ്ടല്ലോ. ഉള്ളിലൊരു ചിരി നിലനിർത്തി തർക്കിക്കുന്നതിന്, തോൽക്കാൻ തയ്യാറായി തർക്കിക്കുന്നതിന്, തോറ്റു തരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം തർക്കിക്കുന്നതിന്, അതറിഞ്ഞ് തോറ്റു കൊടുക്കുന്നതിന്, ഉള്ളിലൊരു ചിരി നിറച്ച് സ്നേഹത്തോടെ തർക്കിക്കാനും എന്ത് രസമാണ്. നാട്ടിലെ മരക്കച്ചവടക്കാരൻ്റെ മകൾ ആയിഷയോട് കൂലിപ്പണിക്കാരൻ്റെ മകൻ അബൂബക്കറിന് തോന്നിയ ആദ്യത്തെ പ്രണയത്തെ ഖദീജ എപ്പോഴും കളിയാക്കുമായിരുന്നു. അതിനെയെല്ലാം അബൂക്ക ഒരു ചിരിയോടെയാണ് എന്നും നേരിടുക. പക്ഷേ ആ പ്രണയം അത്രയേറെ തീവ്രതയോടെയും പരിശുദ്ധമായും അബൂക്ക മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അവളുടെ കൈകളിൽ തകർന്ന ഹൃദയത്തോടെ മിണ്ടാതെ കിടക്കുന്ന അബൂക്കയോട് ഖദീജ ചോദിച്ചു, നമുക്ക് അവിടെ വരെ ഒന്ന് പോവണ്ടേ? കുറേ നേരം മിണ്ടാതെ കിടന്നതിന് ശേഷം, പോകണം, അവളുടെ റൂഹ് നമ്മളെയും പ്രതീക്ഷിക്കുന്നുണ്ടാകും. പഴയ കളിക്കൂട്ടുകാരനല്ലേ, ഓർക്കുന്നുണ്ടോ ആവോ? എനിക്ക് കാണുകയൊന്നും വേണ്ട, എൻ്റെ മനസ്സിൽ എപ്പോഴും അവളുടെ പുഞ്ചിരിക്കുന്നൊരു മുഖമുണ്ട്, അത് മതി എനിക്ക് മരിക്കും വരെ. ഇത് പറയുമ്പോൾ അബൂക്കയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ഖദീജയൊന്ന് മൂളി. ഉള്ളിലൊരു കടൽ ഇരമ്പുന്നതവൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു കാറ്റടിച്ചാൽ പെയ്യാവുന്നൊരു പേമാരി തന്നെ ആ കണ്ണിലുണ്ട്. ആ തകർന്ന ഹൃദയം ഖദീജയെ നോമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതവൾക്ക് താങ്ങാനാവുമായിരുന്നില്ല. ഒരു നിശ്വാസത്തിനുമപ്പുറം അബൂക്കയുടെ മനസ്സറിഞ്ഞവളാണവൾ, അബൂക്കയുടെ ഖദീജ. ചില തർക്കങ്ങൾക്കൊടുക്കം അബൂക്ക പറയുമായിരുന്നു, ഖദീജ, എനിക്ക് നിന്നെ ആയിഷയ്ക്ക് പകരാക്കണ്ട, എനിക്ക് നിന്നെ നീയായി മാത്രം മതി, എൻ്റെ ഖദീജയായിട്ട് മതി. ഒരു പക്ഷേ അബൂക്കയെ ഖദീജയോളം മറ്റാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല.